ക്ലച്ച് ബ്രേക്ക് ഒഴികെ ബാക്കി എല്ലാ സ്പെയർ പാർട്സിനും വാറണ്ടി കിട്ടും. തേയ്മാനം കിട്ടാതെ എല്ലാത്തിനും ടയറിന് വാറണ്ടി ഇല്ല. 2007 ഒക്കെ റീവണ്ടി കാണുന്ന റേറ്റിൽ ഫുൾ ഓപ്ഷൻ ഇന്നോവ ഒറിജിനൽ കേരള വണ്ടി. അതെ 2007-8 രജിസ്ട്രേഷൻ. റേറ്റ് എത്രയാണെന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ. ലോൺ എത്ര കിട്ടും? ലോണ് നമുക്ക് നോക്കാം, ശ്രീറാമിൽ ലോൺ ആക്കാൻ നോക്കാം. 2 ലക്ഷം രൂപ റേഞ്ചിൽ നോർമലി 2.5 വരെയൊക്കെ ആകുമ്പോൾ നോർമലി ലോൺ കിട്ടുന്നതാണ്. വി എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്, അതും ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള അടിപൊളി വണ്ടി. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് ഓട്ടോബോട്ടിലാണ്. കണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മളെ നാഷണൽ ഹൈവേ തലശ്ശേരി കണ്ണൂർ ഹൈവേ ആണ്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ എടക്കാട് പോലീസ് സ്റ്റേഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിന് തൊട്ടടുത്തുള്ള മഹീന്ദ്ര ഓട്ടോബോട്ട് ഡീലർഷിപ്പാണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ലോ ബഡ്ജറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ്. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്, മഹീന്ദ്രയുടെ 2 വർഷം വാറണ്ടി കിട്ടുന്ന വണ്ടികളുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ അത്യാവശ്യം വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വാല്യൂ ഫോർ മണിയുള്ള ലോ ബഡ്ജറ്റ് വണ്ടികളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. ലോ ബഡ്ജറ്റ് വണ്ടികളായതുകൊണ്ട് തന്നെ വണ്ടികൾ എടുക്കുന്ന നേരം റീപ്ലേസ്മെൻറ്റ്, ഓണർഷിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ വീഡിയോയിലും കാര്യമായിട്ടൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിന് കൂടുതലായിട്ട് വണ്ടിയുടെ ബോഡി കണ്ടീഷൻ, മെക്കാനിക്കൽ കണ്ടീഷൻ, പേപ്പർ വാലിഡിറ്റി എന്നീ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. വണ്ടി എടുക്കുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. കാരണം റീപ്ലേസ് കുറവുള്ള വണ്ടികളാണെങ്കിൽ തന്നെ ഇപ്പം വലിയൊരു വില വ്യത്യാസം നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ നമ്മൾ കാണാറില്ല. അതേപോലെ മെക്കാനിക്കലി ഫിറ്റ് ആയിട്ടുള്ള കണ്ടീഷനാണോ, അതേപോലെ തന്നെ ഒരു വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ച് നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ എടുക്കുന്നവരെ നിങ്ങൾക്കും വാല്യൂ ഫോർ മണിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കുറച്ചും കൂടെ സുഗമമായിരിക്കും. ലോ ബഡ്ജറ്റ് തന്നെ കാണിച്ചെടുക്കാം. ഏതാണ്? ഇയോണ് ഒരു 2012 ഇയോണ് 3rd RC ആണ്. സ്പോർട്സ് വണ്ടി 2012 സ്പോർട്സ് എയർ ബാഗ് വന്ന വണ്ടി. സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറയുന്നുണ്ട് വിലയിൽ വ്യത്യാസം ഉണ്ടാവും. വിലയിൽ വഴിക്ക് കേൾക്കാം, വില നമുക്ക് പറയാം, അവസാനം പറയാം. കാരണം സ്പോർട്സ് ഇയോണ്, ഇറ പ്ലസ്, മാഗ്ന പ്ലസ് പറയുമ്പോൾ തന്നെ ഡിലൈറ്റിനേക്കാളും നല്ല വില വ്യത്യാസം കാണാറുണ്ട്. അതെ. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ എയർ ബാഗും ഉണ്ട്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, ഒരു എയർ ബാഗ്, സിംഗിൾ എയർ ബാഗ്. വണ്ടി അത്യാവശ്യം നല്ല ഷേപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഷേപ്പ് ഉണ്ട്. ഒരു ആവറേജ് ഷേപ്പ് കാര്യങ്ങൾ പറയാം. അലോയ് വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയ് വീല് ആഫ്റ്റർ മാർക്കറ്റ് അല്ലേ വരുന്നത്? അതെ, ആഫ്റ്റർ മാർക്കറ്റ് ആണ്. നാക്ക് കുഴഞ്ഞു. വണ്ടിക്ക് ചെറിയ രീതിയിൽ പെയിന്റ് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോ എത്ര നമ്മൾ സ്പോർട്സ് 2012 സ്പോർട്സാ? അതെ. 180 താഴെ ഉണ്ടാവും, 180 ഉണ്ടാവും, 1.5 ഉണ്ടാവും. ഇല്ല, നിങ്ങളെ റേറ്റിന്റെ കാര്യത്തിൽ ചില വണ്ടിക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ കൂടുതലായിരിക്കും, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭയങ്കര കുറവായിരിക്കും. അതിനെ കൊണ്ട് ഞാൻ നിർത്തി. 1,25,000 രൂപയ്ക്ക് പടില്ല. 1,20,000 കൊടുക്കാം നമുക്ക്. ഫൈനലി 1,20,000 കൊടുക്കാം. 1,20,000 കൊടുക്കാം. സ്പോർട്സ് ഫുൾ ലോൺ കിട്ടും. ഓക്കെ. ബാക്കിൽ ഒരു എറ്റിയോസ് കാണുന്നുണ്ട്. ഫുൾ ലോൺ പറഞ്ഞ ഈ ഫുൾ ലോൺ ആ സിംഗിൾ RC സിംഗിൾ ഓണർ 2011 വാഗണർ. കിലോമീറ്റർ എത്ര ഓടിക്കുന്നത്? 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. 4 അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. A സീരീസ് എഞ്ചിൻ ആയിരിക്കും. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അല്ല, 4 ഡോർ പവർ വിൻഡോസ്, എല്ലാം വരും. എന്നുള്ള വണ്ടിയെ കൊണ്ട് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? കമ്പനി ഹിസ്റ്ററിയിലാണ്. റീപ്ലേസും ഉണ്ട്. റീപ്ലേസ് എന്താ ഉള്ളത്? മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. വേറെ ആപ്രോൺ, ബോണറ്റ്, ആപ്രോൺ അങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഓക്കെ. അത്യാവശ്യം പക്ഷേ നല്ല ബോഡി ഷേപ്പ് ഉണ്ട് ഇപ്പൊ നിലവിൽ. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ വേണ്ടി ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. 2011 മോഡൽ വാഗണർ, നല്ല രസമുള്ള വണ്ടി. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. ഒരു വില ഒരു 1,85 കൊടുത്തേക്കാം. 1,85 കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. 2011 മോഡൽ വാഗണർ VX സിംഗിൾ RC ഓണറാണ്. ഓക്കെ. നാനോ ആണ്. 2014 മോഡൽ. ഓക്കെ. ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? 2014 മോഡൽ സെക്കൻഡ് RC ഓണർ വണ്ടി. വണ്ടി ലോക്കാണോ? ലോക്കാണ്. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 2 ഡോർ പവർ വിൻഡോ. പവർ സ്റ്റിയറിംഗ് വരുന്നതാണോ അത്? പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. അപ്പോൾ ട്വിസ്റ്റ് അല്ലേ? ട്വിസ്റ്റിലല്ലേ പവർ സ്റ്റിയറിംഗ് വരുള്ളൂ എന്നുള്ളതിൽ? അതെ. ഡിക്കി തുറക്കാൻ വേണ്ടി ഡിക്കി വരുന്ന 2016 ശേഷം വണ്ടി. 16 വണ്ടി. XT-നകത്താ വരുന്നത്. അതെ. XMHT വരുന്നത്. ഇതിപ്പോ LX അല്ലേ? ആ, ഇത് LX. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്. 2 ഡോർ പവർ വിൻഡോ. ഓക്കെ. KL60 കാഞ്ഞങ്ങാട് വണ്ടി. ഓക്കെ. നമുക്ക് അവസാനത്തെ 60 രൂപ കൊടുക്കാം. AC ഒക്കെ വർക്കിംഗ്. എല്ലാം വർക്കിംഗ്. ഈ സൈഡും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കും. വണ്ടി അത്യാവശ്യം ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്ത് അതിനെ കൊണ്ട് രണ്ടാൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സൈഡൊന്നും കാണിക്കാൻ പറ്റുന്നില്ല.
അത്യാവശ്യം നീറ്റ് ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അതിൽ ബ്രോ അടുത്ത് ഇത് 2011 മോഡൽ. LS LT. ഇത് നമുക്ക് LS വരുന്നത്. LS എന്ന് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് ടു ഡോർ ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. അതെ, വണ്ടി ലോക്കാണ്. കിലോമീറ്റർ ഡീറ്റെയിൽസ് ഇത് 1 ലാഖിന് മുകളിലോടി 110 120 ആ റേഞ്ച്. ഓക്കെ, നിലവിലുള്ള കണ്ടീഷൻ എന്താ വണ്ടിയുടെ? അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. പിന്നെ ഒരു 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, പുതുപുത്തൻ. റേറ്റ് എത്ര ചോദിക്കുന്ന സ്പാർക്കിന്? നമുക്ക് ലാസ്റ്റ് ഇതിനൊരു 55 ഉറുപ്പ്യക്ക് കൊടുക്കാം. 55? എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്? എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. അതിനടുത്ത് ഒരു 2013 മോഡൽ, 13 രജിസ്ട്രേഷൻ നാനോ LX CX LX ഉണ്ട്. LS എന്ന് പറയുന്ന നേരം AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല, സോറി, AC ഉണ്ടാവും. പവർ വിൻഡോസ് LX വരണല്ലേ, പവർ വിൻഡോസ് ഇല്ലല്ലോ. സോറി മാറിപ്പോയോ, സോറി CX ആണ്. AC മാത്രമേ ഉള്ളൂ. AC മാത്രമേ ഉള്ളൂ, സോറി മാറിപ്പോയി. വരുന്ന നാനോ CX. അത് സെക്കൻഡ് RC ഓണർ. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? 60. പുതിയ സ്റ്റോക്ക് 50,000 കിലോമീറ്റർ. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. അതെ, ഇതും അടുപ്പിച്ച് വർക്ക് ചെയ്തതിനെ കൊണ്ട് അപ്പുറം സൈഡിൽ പോകാൻ AC എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യമല്ല, ആവശ്യത്തിന് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ നിലവിലുള്ള കണ്ടീഷൻ നല്ല കണ്ടീഷൻ വണ്ടി. നമുക്കൊരു 60 ഉറുപ്പ്യക്ക് ഫൈനൽ കൊടുത്തേക്കാം. 14 മോഡൽ. ആ, കൂടി പോയോ? ഇല്ലല്ലോ, വേറൊരു മുത്ത് വണ്ടി ഇവിടെ കാണുന്നുണ്ടല്ലോ. കണ്ടുപിടിച്ചല്ലേ? കണ്ടുപിടിച്ച്. KL 11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ. 2000 ഇന്നോവയാണ്. പുതിയ വേരിയന്റ്. യെസ്, വണ്ടി എന്താ പാട്? നല്ല വണ്ടി, അടിപൊളി മെക്കാനിക്കൽ. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി ചോദിക്കണോ? കമ്പനി ഹിസ്റ്ററി കുറവാണ്. അല്ല, അടിപൊളി വണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും ഒന്ന് മൂടായതാണ്, അതാ ചോദിച്ചേ. കമ്പനി ഹിസ്റ്ററി നമ്മള് പുറത്തുനിന്നല്ല അധികം ചെയ്യുന്നത് എല്ലാവരും. പഴയ വണ്ടീനെ കൊണ്ട്. 6 സീറ്ററില് ലോ ബഡ്ജറ്റ് ഇന്നോവ. അതെ, 2006 വി കമ്പനി അലോയ് വീല്. പിന്നെ നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ടയർ തന്നെ മേടിക്കും. അത്യാവശ്യം നല്ല സെറ്റപ്പ് റൂഫും കാര്യങ്ങളും. സബൊക്കെ കൊടുക്കും. ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈപ്പ് 4ലേക്ക് ബാക്കും കൂടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. റേറ്റ് എത്ര ചോദിക്കുന്നത്? എത്ര ചോദിക്കാം ബ്യൂറോ പറ? 2006 വി എന്ന് പറയുന്ന നേരം 2007 വി എന്ന് പറയുന്ന നേരം ഫുള്ള് ക്യാമറയാണ്. 2007 വി എന്ന് പറയുന്ന നേരം അല്ല, ഫുള്ള് കണ്ണാടിയാ. 2007 വി എന്ന് പറയുന്ന നേരം ഒരു 3.5 കേരള വണ്ടി. 3.25 ഫൈനൽ കൊടുക്കാം. 3.25 ഫൈനൽ കൊടുക്കാം. 3.25 ഫൈനലാ? ഓക്കെ, കേരള വണ്ടി. നമുക്ക് 2008 മോഡല് പുതിയ ഇപ്പൊ എടുത്ത സാൻഡ്രോ, ലോ ബഡ്ജറ്റ്. ഓക്കെ, AC കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന നല്ല അടിപൊളി വണ്ടിയാണ്. GL എന്നുള്ള വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉണ്ട്, ടയറും ഉണ്ട് അത്യാവശ്യം. പിന്നെ പറയത്തേക്ക് ഒറ്റ റീപ്ലേസ് ഇല്ല വണ്ടിക്ക്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. അതെ, പവർ വിൻഡോസ് വരുന്നത് GLX മാത്രമാണ്. 1100 cc. കുറച്ചും കൂടെ അടുത്തുണ്ട്. ഞാൻ കുറച്ചുകൂടെ ബാക്കോട്ട് ഞാൻ വണ്ടി പിടിക്കുന്നുണ്ടാവും. 1100 cc എഞ്ചിനാണ്. 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. സെറ്റ്. വണ്ടിക്ക് റേറ്റ് എത്ര? നമുക്ക് 95 രൂപ കൊടുക്കാം. 95 രൂപയ്ക്ക് 2008 റിന്യൂവൽ കഴിഞ്ഞിട്ടുള്ള സാൻഡ്രോ. വേറെ വർക്ക് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ? ഒന്നുമില്ല. അടുത്തത് സ്കോർപിയോ ആണ്. അതെ, മോഡൽ ഏതാ? ഇത് 2004 മോഡല്. എന്താ അവസ്ഥ വണ്ടി? ഇത് സെക്കൻഡ് RC ഓണറേ ആയിട്ടുള്ളൂ. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ഫീച്ചേഴ്സ് AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ടാവും. എല്ലാം വർക്കിംഗ് ആണോ? 4 ഡോർ പവർ വിൻഡോ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അത്യാവശ്യം മെക്കാനിക്കലി ഫിറ്റാ, ഓടിക്കാൻ നല്ല. ബാക്കിയുള്ളപ്പം AC-ന്റെ കാര്യം ഒഴിച്ചിട്ട് ബാക്കി എല്ലാം ഓക്കെയാ. റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് ഫൈനൽ ഒരു 1 ലാഖിന് കൊടുക്കാം. 2004 സ്കോർപിയോ. പേപ്പർ ഒക്കെ എന്നാ വരുന്നത്? പേപ്പർ ഈ കൊല്ലം ലാസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, പോയത്തല്ലേ, നല്ല വണ്ടിയല്ലേ? അത്യാവശ്യം ബോഡി ഉണ്ട്, ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ലാഖിന് ഒന്നും പറയാനില്ല, മുതലായിരുന്നു. AC വർക്ക് ഇല്ല എന്നുള്ളത് കുറ്റമുണ്ട് മാത്രം. AC ചെറിയ കംപ്ലൈന്റ് ആണോ വലിയ കംപ്ലൈന്റ് ആണോ? AC ഗ്യാസ് ഒന്ന് ടോപ്പ് ചെയ്യാന്ന് ജസ്റ്റ് ഒരു ചെക്കപ്പ് കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്ക് ബ്രോ. ഇതൊരു നമുക്കൊരു 2010 ഓൾട്ടോ 800 LXI ലിമിറ്റഡ് എഡിഷൻ ആണ്. 2 ഡോർ പവർ വിൻഡോ കമ്പനി വരുന്നത് ഇൻബിൽഡ്. ഒരു AC കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. 65,000 കിലോമീറ്റർ കൂടി വണ്ടി. സിംഗിൾ ക്ലാസ് ആണ്. സിംഗിൾ ക്ലാസ് ആണ്. ഇതാ പവർ വിൻഡോ ഒക്കെ ഇതാ എല്ലാം കമ്പനിയാണ് വരുന്നത്. 2010 ഓൾട്ടോ 800. 2010 ഓൾട്ടോ 800. 67,000 70,000 ആ റേഞ്ച്.
കിലോമീറ്റർ സിംഗിൾ ക്ലാസ് ഓണർ. റേറ്റ് എത്രയാണ്? നമുക്കൊരു 1.20 ഫൈനൽ കൊടുക്കാം. നല്ല വണ്ടിയാണോ? നല്ല വണ്ടിയാണ്. അടുത്ത് നമുക്കൊരു ഓൾട്ടോ 2008-9 രജിസ്ട്രേഷൻ ഓൾട്ടോ. ഈ ഒരു കൊല്ലം LXi ആണ്. AC കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ഇന്റീരിയർ എല്ലാം അത്യാവശ്യം ഒരു നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. കിലോമീറ്റർ ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് സെക്കൻഡ്. പേപ്പർ ഈ കൊല്ലം 6 മാസം എടുക്കണം. 6 മാസം വരെ പേപ്പർ ഉണ്ട്. വണ്ടിക്ക് റേറ്റ് എത്രയാണ്? നമുക്ക് 85 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. 13 മോഡൽ. അതിലെ 13 മോഡൽ ഓൾട്ടോ ആണ് അടുത്തത്. ഇത് LXi വണ്ടി. ഇത് ആനിവേഴ്സറി എഡിഷൻ ആണ് കേട്ടോ. ആനിവേഴ്സറി എഡിഷൻ 2013 അതെ. സെക്കൻഡ് ആർച്ച് ഓണർ. 27,000 കിലോമീറ്റർ ജനുവാരിറ്റി പറയാൻ പറ്റില്ല. മീറ്ററിൽ കാണിക്കും. 27,000 കിലോമീറ്റർ മീറ്ററിൽ കാണിക്കത്തിട്ട്. ശരിക്കും അറിയില്ല. കമ്പനി ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടി. അല്ല ചെട്ടി വണ്ടിയല്ല. വണ്ടി മറിച്ചിട്ടില്ല. കണ്ണൂർ രജിസ്ട്രേഷൻ. 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ AC എല്ലാം വർക്കിംഗ് ആണ്. നല്ല മെക്കാനിക്കലി ഇല്ലേ, പെർഫെക്റ്റ് ആട്ടോ. 27,000 കിലോമീറ്റർ. 27,000 എന്നുള്ളത് ഞാൻ വിശ്വസിക്കണോ വേണ്ടോ? വിശ്വസിച്ചോ? വിശ്വസിക്കണ്ട അറിയില്ല. വിശ്വസിച്ചോ വണ്ടി അത്ര. പക്ഷേ ഉള്ളു നോക്കിയോ, വണ്ടി ഓടിച്ചിട്ട് വണ്ടി എടുത്താൽ മതി. കമ്പനി ഹിസ്റ്ററിയില്ല. പക്ഷേ വണ്ടി ഓടിച്ചിട്ട് വാങ്ങിച്ചാൽ മെക്കാനിക്കലി അത്രക്ക് ഓക്കെയാണ് വണ്ടി. ഇത് നമുക്ക് 1.80 കൊടുക്കാം. 2013 ഓൾട്ടോ 800 ഒരു 80,000 കിലോമീറ്റർ ഓടി വണ്ടിക്ക് സാധാരണ വരുന്ന റേറ്റ് തന്നെയാണ്. മീറ്ററിൽ 26,000 എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കാണുന്നുണ്ട്. ജെനുവിൻ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. എനക്കും അറിയില്ല. അപ്പൊ നമുക്ക് കിലോമീറ്ററിന്റെ കാര്യം അവിടെ വിടാം. നല്ല വണ്ടി. ഞാൻ പറഞ്ഞില്ല, ഓടിക്കാൻ അത്രക്ക് അടിപൊളിയാ. വേറെ ഓടിച്ചു നോക്കിയിട്ട് മാത്രം കസ്റ്റമർ വണ്ടി എടുത്താൽ മതി. ആയിക്കോട്ടെ. അടുത്തത് 800cc ഓൾട്ടോ 2007 മോഡൽ പേപ്പർ എടുത്ത വണ്ടി. 2007 മോഡൽ പേപ്പർ എടുത്ത വണ്ടി അല്ലേ? 2027 വരെ ആയിരിക്കും റിന്യൂവൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. 7-8 രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. 7-8 ഉണ്ട്. അത്യാവശ്യം വൃത്തി ഉണ്ട്. AC കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. പവർ സ്റ്റിയറിംഗ് ഉണ്ടോ ഫീച്ചർ ആയിട്ട്? അതെ. റേറ്റ് എത്ര വരുന്നത്? നമുക്കിതൊരു 90 റുപ്യ കൊടുത്തേക്കാം. 90 റുപ്യക്ക് 2008 ഓൾട്ടോ. അതെ. ഓണർഷിപ്പ് സെക്കൻഡ് ആർച്ച് ഓണർ. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ. നല്ല വണ്ടിയാ? നല്ല വണ്ടി. അതിന് പുറത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയല്ലേ? അതെ. എറ്റിയോസ് ആണ്. KL 11 അല്ല, KL 13W വണ്ടി. KL 13W. അതെ. ന്യൂ ഷേപ്പിലേക്ക് ഫേസ് ഫുള്ള് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് അടിപൊളിയല്ല. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ മുന്നേ പറഞ്ഞിട്ട് കണക്കൂട്ടിൽ നിങ്ങൾ പലപ്പോഴും തെറ്റിച്ചിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ ഒരു വണ്ടിയാണ് ശരിക്കും. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പോകേണ്ട വണ്ടിയാണ്. അതെ, പോകേണ്ടതാണ്. അതൊരു കസ്റ്റമർ ബുക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ക്യാൻസൽ ആയി പോയതാണ്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഉള്ളെല്ലാം നീറ്റാ. വണ്ടി ലോക്ക് അതിനെ കൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പിലുള്ള റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ട്. ഫുൾ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ക് ഡിക്കി ഒക്കെ മാറിയിട്ടുണ്ട്. ആക്സിഡന്റൽ റീപ്ലേസ് ആണോ? ആക്സിഡന്റ് റീപ്ലേസ് അല്ല, കൺഫേം ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1,50,000 റേഞ്ച് ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. കിലോമീറ്റർ ആണ്. അതേ സമയത്ത് വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്ക് 260. 260 ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് മാക്സിമം ലോൺ നമുക്ക്. ഓണർഷിപ്പ് കുറെ ആയിട്ടുണ്ടോ ബ്രോ? 2. സെക്കൻഡ് ഓണർഷിപ്പ്. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടി, സത്യം നല്ല വണ്ടി. അടുത്തത് ഈക്കോ 2013 മോഡൽ ഈക്കോ. 2013 ഈക്കോ 5 സീറ്റർ 8 സീറ്റർ 8 സീറ്റർ 5 സീറ്റ് അല്ല 5 സീറ്റ് ആണ്. AC കൺവേർട്ട് ചെയ്താ 8 സീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താണ്. AC ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ലേ? പവർ സ്റ്റിയറിംഗ് ഈക്വൽ വരില്ല, സ്റ്റെബിലിറ്റി ഇഷ്യൂ ഉണ്ട്. ഓക്കേ. അതെ, AC പവർ സ്റ്റിയറിംഗ് മറ്റേ എക്സ്ട്രാ 2 ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി 5 സീറ്റർ ആണെങ്കിലും 8 സീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതെ. 2013 ഈക്കോ റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 2 ലാഖിന് ലാസ്റ്റ് കൊടുക്കാം. 2 ലാഖിന് 2013 ഈക്കോ AC പവർ സ്റ്റിയറിംഗും ചെയ്ത വണ്ടി. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ കുഴപ്പമില്ല, നല്ല വണ്ടി. ഓടിക്കാനൊക്കെ ഒരു ലോൺ കിട്ടും. 1.10 റേഞ്ച് ഓടിയിട്ടുണ്ട്. 1.10 റേഞ്ച് ഓടിയിട്ടുണ്ട്. 10 വർഷമായില്ലേ, കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 10 കൊല്ലമായില്ലേ, 1 കിലോമീറ്റർ ഓക്കെയാണ്. റേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് അത് നോക്കാം, ശ്രമിച്ചു നോക്കാം. അടുത്ത ഈക്കോ 2016 ഈക്കോ. KL 58 തലശ്ശേരി. അതെ, 45,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ആർച്ച് ഓണർ വണ്ടി. AC വരുന്ന വണ്ടിയല്ലേ? 5 സീറ്റ് AC. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
ഈക്കോ നോർമലി നമുക്കൊരു 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? ഇതും പവർ വിൻഡോസ് ചെയ്തിട്ടില്ല, പക്ഷെ AC വരുന്ന വേരിയന്റ് ആണ്. AC ഒക്കെ വർക്കിംഗ് അല്ലേ? AC എല്ലാം വർക്കിംഗാ. പട്ടിച്ച് പട്ടച്ചാരം കൊണ്ട് വട്ടാരം നശിപ്പിച്ച്. ആർക്കൊന്നും തോന്നരുത് വണ്ടി ഇത്ര കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പോയി ഈക്കോ റേറ്റ് എത്ര വരുന്നത്? ഈക്കോ റേറ്റ് നമുക്ക് 2,65,000 രൂപ ഫൈനൽ കൊടുക്കാം. 2016 ഈക്കോ ആണേ. 2016 ഈക്കോ 2,65,000. 2016 ഈക്കോ 265 വേണ്ടിക്കില്ല ഓൾമോസ്റ്റ് ഒരു 250 വരെ ലോണും ആക്കി കൊടുക്കാം. ഓക്കെ പോരെ? ഓ ഫിനാൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വാറന്റിയോ? വാറണ്ടി നമുക്ക് 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി നോക്കാന്നുള്ളത്. ഓക്കെ. അതിനടുത്തത് 2018 മോഡൽ നമ്മളൊരു ഈക്കോ ഉണ്ട് 5 സീറ്റ് AC. 5 സീറ്റർ AC 2018 മോഡല്. സിംഗിൾ ആർസി ഓണറാ. ഓക്കെ. ലോ കിലോമീറ്റർ എത്ര ഉണ്ട്? 30,000 അത്ര ആയിട്ട് ഓടിയുള്ളൂ. 30,000 കിലോമീറ്റർ. ഈക്കോ AC വരുന്നുണ്ടാവും. അതെ. പവർ സ്റ്റിയറിംഗ് ഈക്കോയിൽ വരുന്നില്ല. 5 സീറ്റർ മാത്രമേ ഉള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ. ഓക്കെ. നമുക്കൊരു 3,45 കൊടുത്തേക്കാം. ശരി. നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല, AC എല്ലാം വർക്ക് ചെയ്യുന്നത്. നല്ല വണ്ടി. ഓക്കെ. നമുക്ക് ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ട്? നമുക്കൊരു 3 ലക്ഷം പോരെ? 3 ലക്ഷം ലോൺ കിട്ടോ? അതിൽ കൂടുതൽ വേണോ? കമ്പനി വാറന്റി കൊടുക്കാൻ വേണ്ടി ഉറപ്പല്ല ചെയ്യാൻ പറ്റും. അതായത് എഞ്ചിന്, ഗിയർ ബോക്സ്, AC കമ്പസർ എന്തിനാണ് പോകുന്നത്? ബ്രേക്ക് ഒഴികെ ബാക്കി എല്ലാ സ്പെയർ പാർട്സിനും കിട്ടും. വാറന്റി കിട്ടും. തേയ്മാനം കിട്ടാതെ എല്ലാം ഓൾമോസ്റ്റ് കിട്ടാത്ത എല്ലാത്തിനും ടയറിന് വാറന്റി ഇല്ല. ഓക്കെ. മാരുതി 800 MPFI ആണോ? MPFI. എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? MPFI സിംഗിൾ RC ഓണർ വണ്ടി. സിംഗിൾ RC ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പറയാനൊന്നുമില്ല. ക്വാളിറ്റി വൈസ് എന്താ പറയാ? ഓടിക്കാൻ നല്ല പക്കാ ക്വാളിറ്റി. 800cc AC വരുന്ന വണ്ടി. AC ഇല്ലാത്ത വണ്ടിയാ. AC ഇല്ല. കിലോമീറ്റർ എത്ര? ഇത് ഇപ്പോ 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. 800cc 18-20 റേഞ്ചിൽ മൈലേജ്. മെയിൻ്റെനൻസ് ഇല്ല, പഠിക്കാൻ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന വണ്ടിയാണ്. വില എങ്ങനെയുണ്ടാവും ഏകദേശം? നമുക്കൊരു 95 രൂപ കൊടുത്തേക്കാം. 95 2010 നോൺ AC അല്ലേ? കൂടി പോയോ? അയ്യോ, അങ്ങനെ പറയല്ലേ. അല്ല, സിംഗിൾ ഓണർഷിപ്പ് ആണ്, പക്കാ കിലോമീറ്റർ ആണ്, പക്കാ കമ്പനി ഹിസ്റ്ററി, അങ്ങനെയൊക്കെ പറയുന്നതിലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടെ നോൺ AC എന്ന് പറയുന്നതിലൊരു മാറ്റം മാത്രമേ. പക്ഷെ എന്നാലും അങ്ങനെ നോക്കുന്ന ആൾക്കാർ ഉണ്ട്. സംബന്ധിച്ചിടത്തോളം അവർക്ക് മുതലാണ്. 4 പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുക്കുന്ന ആൾക്ക് മുതലാണ്. ഓക്കെ. അതിനോട് അടുത്ത് ഇതൊരു 2016 ഓൾട്ടോ 800. ഇത് VXI വണ്ടി. VXI എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആയിട്ട് AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. 4 ഡോർ വിൻഡോസ് ആയിരിക്കും. കമ്പനി ഇൻബിൽഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ടോ? അതെ, വരുന്നുണ്ട്. 16 എയർ ബാഗ് വരുന്നില്ലല്ലോ? ഇല്ല, എയർ ബാഗ് വരുന്നില്ല. 2018-19 ആ ടൈമിലാണ് എയർ ബാഗ് വരുന്നത്. അതെ. സെൻട്രൽ ലോക്ക് വരുന്നുണ്ടോ? സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഇൻബിൽഡ് കമ്പനി സ്റ്റീരിയോയും വരുന്നുണ്ടോ? അതെ. LSI VXI മെയിൻ ഡിഫറൻസ് വരുന്നത്. അതെ. 2016 ഓൾട്ടോ റേറ്റ് എത്രയാണ്? 230 കൊടുക്കാം. ഫൈനൽ റേറ്റ് അല്ലല്ലോ? ഫൈനൽ റേറ്റ് ആയത് നമുക്ക് നോക്കാം. എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതും ചെയ്യാം. ഓണർഷിപ്പ് സിംഗിൾ, സെക്കൻഡ്, തേർഡ്? സിംഗിൾ. സെക്കൻഡ് ഉറപ്പിച്ചു. റെഡിൽ ഉറപ്പിച്ചു. അബി ബ്രോ, ഒരു 2016 മോഡൽ അടിപൊളി ഒരു ഇയോ ഉണ്ട്. ആകെ 29,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിള്. അടിപൊളി. വലിയ വിലയൊന്നുമില്ല. നല്ല വണ്ടി. മാഗ്ന പ്ലസ്. അത് മാഗ്ന പ്ലസ് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ടാവും. നല്ല വണ്ടി. നല്ല അങ്ങനെ വലിയ പെയിന്റ് കാര്യങ്ങളോ ഒരു ബമ്പറിൽ വരെ ടച്ച് ചെയ്യുന്ന തോന്നുന്നില്ല. ഒന്നും വലുതായിട്ട് കേറിയിട്ടില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. അതെ. റേറ്റ് എത്രയായിരുന്നു? 2016 ഇയോണ്. 16 ഇയോണ് മാഗ്ന പ്ലസ് നമുക്കൊരു 260 ഇഞ്ച്. വില കൂടി പോയോ? 29,000 കിലോമീറ്ററിൽ ആലോചിച്ച് നോക്കിയാൽ വില കൂടുതലാണോ? സിംഗിൾ ഓണർഷിപ്പ് 29,000 കിലോമീറ്ററിലാകുമ്പോ കൂടിപ്പോയോ? അങ്ങനൊന്നും ഇല്ലപ്പാ. അത് കൂടുതൽ ക്വാളിറ്റി വണ്ടി വില മാറൂലേ? നമ്മള് 2.25 2016 ഇയോണ് കാണുന്ന നേരം കിലോമീറ്റർ വരില്ല 60-70 റേഞ്ചാണ്. ഇത് 29 എന്ന് പറയുന്ന നേരം. പക്ഷെ വണ്ടി അത്യാവശ്യം എത്ര ഉള്ളൊരു ബോഡി ക്വാളിറ്റിയും കാണുന്നുണ്ട്. ഇല്ലേ? വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വാഷ് ചെയ്താൽ മാറും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റാപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അതേപോലെ തന്നെ ലോണ്, ടെസ്റ്റ് ഡ്രൈവ്, വണ്ടികളുടെ ഫോട്ടോസ്. കാരണം കുറച്ച് വണ്ടികൾ ടൈറ്റ് ആയിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പോലും പറ്റിയിട്ടില്ല.
അപ്പോൾ കുറേ വണ്ടികളുടെ അതിനെക്കൊണ്ട് ഡീറ്റെയിൽസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയും കൂടെ ഉള്ളതിനെ കൊണ്ട് കഴിയുന്നതും ഇവരൊന്ന് കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾക്കൊക്കെ ഒന്ന് കൺഫേം ചെയ്യുക. ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.